നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ചില സത്യങ്ങൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ട്, എന്നാൽ അത് പ്രപഞ്ചശക്തി നേരിട്ടിടപെട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ മനസ്സിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ പേടി കൊണ്ടോ സാഹചര്യങ്ങളുടെ പ്രശ്നം കൊണ്ടോ ആയിരിക്കണം ഈ വ്യക്തി നിങ്ങളോട് അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. എന്നാൽ ഇവിടെ ശത്രുക്കളായി ഇരിക്കുന്നവർ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പരിപൂർണമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കാറുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം പരിപൂർണതയിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ എപ്പോഴും താല്പര്യപ്പെടാറുമുണ്ട്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനും തയ്യാറുമാണ്. എന്നാൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് സാഹചര്യങ്ങളും അതുപോലെ തേർഡ് പാർട്ടി അവസ്ഥകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഇത്തരം സമീപനത്തോട് ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ സഹിച്ചു നിന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്നാൽ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖവും അവരുടെ മോശപ്പെട്ട പ്രവൃത്തിയും നിങ്ങളോട് ഒരിക്കലും തുറന്നു പറയുവാൻ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും വിജയം കണ്ടെത്തുകയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നും പല കാര്യങ്ങളും ഈ വ്യക്തി മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ സൃഷ്ടിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ചിലത് വിജയിച്ചു, എന്നാൽ ഭൂരിഭാഗവും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒന്നിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ തടസ്സം നിന്നിട്ടുള്ളത് ആരാണോ, ആ തടസ്സം നിന്നവരെല്ലാവരും തന്നെ ഒന്നടങ്കമായി ലജ്ജിച്ചു പോകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ആഭിചാരക്രിയകളാകാം, നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകളും ആകാം. ഇതൊക്കെ ഈ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അനീതിയും അധർമ്മവും ഒരിക്കലും ഒരുപാട് കാലം നിലനിൽക്കുകയില്ല. അത് എപ്പോഴായാലും അതിന്റെ യഥാർത്ഥ നിറം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതും. ശത്രുക്കളുടെ തനി മുഖം ഇവിടെ പുറത്തേക്ക് വരുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു തരത്തിലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ഇനി ആർക്കും സാധിക്കുകയില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ വളരെ പോസിറ്റീവായി തന്നെയാണ് നിങ്ങൾക്കിനി പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ പ്രണയബന്ധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ആദ്യമൊക്കെ നേരിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനി തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക. നിങ്ങൾ ഇരുവരും തമ്മിൽ റിയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ രണ്ടുപേരും അറിയാതെ തന്നെ റിയൂണിയൻ യാദൃശ്ചികമായി അപ്രതീക്ഷിതമായി സംഭവിക്കുക തന്നെ ചെയ്യും.
കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് മനസ്സിൽ ഒതുക്കി പിടിച്ചു വെക്കുവാൻ തയ്യാറല്ല. അത് പുറമെ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുമായി തുറന്ന് സംസാരിച്ച് എല്ലാ കാര്യത്തിലും ഒരു കോംപ്രമൈസ് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ പോലും ശത്രുക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെ കുറിച്ച് പോലും ഈ വ്യക്തി സംശയത്തോടു കൂടി ചിന്തിക്കാറുണ്ടായിരുന്നു. ഇത്തരം സംശയങ്ങളെല്ലാം തന്നെ ശത്രുക്കളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറച്ചു നാള് നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം അകന്നു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രപഞ്ച സംബന്ധമായിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ ഈ വ്യക്തിയുടെ കൺമുന്നിൽ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇണക്കുരുവുകളായിരിക്കാം, പക്ഷികൾ, മൃഗാദികൾ ഇവയെല്ലാം തന്നെ തന്റെ ഇണയായി നടന്നു പോകുന്നതോ അല്ലെങ്കിൽ ചിത്രശലഭങ്ങളെയോ ഒക്കെ കാണുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൺമുന്നിൽ ഓരോ കാഴ്ചകളും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് പ്രപഞ്ചശക്തി ഓരോ അടയാളങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊടുക്കുവാൻ മറ്റാരുമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രപഞ്ചശക്തി കൂടെയുണ്ട്. അതിന്റെ തെളിവാണ് ഈ വായനയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം. ഇപ്പോൾ പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക് ഊർജങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂടോത്ത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളെ വിട്ടുമാറിപ്പോകുന്നു. അതിൻ്റെതായിട്ടുള്ള ഊർജവും ഉത്സാഹവും ഉന്മേഷവും സന്തോഷവും എല്ലാം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒന്നടങ്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വ്യക്തി വളരെ നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ തരത്തിലുമുള്ള ജോലികളും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാരുടെയും മുന്നിൽ യാതൊരു വിധത്തിലും കൈനീട്ടരുത് എന്നുള്ള വാശിയോടും വീറോടും കൂടിയാണ് ഈ പേഴ്സൺ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോഴും തിരിച്ചറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് സത്യസന്ധമായ സ്നേഹം ഒരിക്കലും അവസാനിക്കുകയില്ല. അതിനെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന ഒരുപാട് ദുഷ്കർമ്മങ്ങളിലൂടെ ഈ പ്രണയബന്ധത്തെ മുൾമുനയിൽ നിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ അധപ്പതനം തന്നെയാണ് ഇനി അങ്ങോട്ട് വരുവാൻ പോകുന്നത്. സകലരും അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന വിധത്തിലായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത്. ഇത് തീർത്തും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. എന്തു തന്നെയായാലും നിങ്ങൾക്കിടയിൽ മാനസികപരമായി നല്ല രീതിയിലുള്ള ഒരു അച്ചടക്കമുള്ള ഒരു പ്രണയം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില സത്യങ്ങൾ ഈ വ്യക്തി അറിയാൻ പോകുന്നു. അത് നിങ്ങൾ നേരിട്ട് വന്ന് പറയുന്നതല്ല. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയാണ് പല കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി പല വ്യക്തികളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും മനസ്സിലാക്കി കൊടുക്കുവാൻ പോകുന്നത്. ഇത് നമുക്ക് ഉറപ്പായും കാണുവാൻ സാധിക്കുന്നു. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത വേണ്ട. നിങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും അതുപോലെ പ്രപഞ്ചശക്തിയും കൂടെയുണ്ട്. പരിശുദ്ധമായിട്ടുള്ള സ്നേഹം രണ്ടുപേരുടെയും ഹൃദയത്തിലെ ശുദ്ധി കലശം ചെയ്യുന്നു. ഹൃദയങ്ങൾ എപ്പോഴും ശുദ്ധതയോടു കൂടിയും പ്രാർത്ഥനകൾ എപ്പോഴും നാളേക്കുള്ള നന്മയ്ക്കു വേണ്ടിയും മാത്രമായി തീരണം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശത്രുക്കളുടെ മൂർച്ചയേറിയ വാളെല്ലാം വാൾ മുനയിൽ തന്നെ വെച്ച് ഒടിഞ്ഞ് നശിച്ചില്ലാതെയാകട്ടെ. നിങ്ങളുടെ പ്രണയം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഇനിയും ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ഇനിയും ഒരുപാട് അടയാളങ്ങൾ പ്രപഞ്ചശക്തിയുടേത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും കാണാനിടയാകട്ടെ. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുവാനും മറക്കരുത്.
എല്ലാവരെയും പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. നന്ദി.